വിശാലമായ ആകാശത്തെ നക്ഷത്ര സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റതും നിശ്ചയദാർഢ്യമുള്ളതുമായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് വിശാഖം. വിശാഖം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശാഖകളില്ലാത്തതെന്നും വിഭജിക്കപ്പെട്ടതെന്നുമൊക്കെയാണ്. എന്നാൽ ജ്യോതിഷപരമായി ഇതിനെ ഒരു അലങ്കരിച്ച തോരണം അഥവാ വിജയത്തിന്റെ കവാടമെന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇന്ദ്രനും അഗ്നിയും ദേവതകളായി വരുന്ന ഈ നക്ഷത്രം അധികാരത്തിന്റെയും തേജസ്സിന്റെയും പ്രതീകമാണ്. ഏതൊരു കാര്യത്തിലും വ്യക്തമായ ലക്ഷ്യബോധമുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ. പരാജയങ്ങളിൽ തളരാത്ത മനസ്സ് ഇവരുടെ പ്രത്യേകതയാണ്. ഒന്നിനു പിറകെ ഒന്നായി ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് തങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ എത്ര കഠിനാധ്വാനം ചെയ്യാനും മടിയില്ല. ഈ സ്വഭാവ വിശേഷണം തന്നെയാണ് 2026 ഫെബ്രുവരി മാസം ഇവരെ മറ്റ് നക്ഷത്രക്കാരേക്കാൾ വ്യത്യസ്തരാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന മന്ദതയിൽ നിന്നും വിരസതയിൽ നിന്നും പുറത്തു കടക്കാൻ വെമ്പുന്ന ഒരു മനസ്സുമായാണ് വിശാഖം നക്ഷത്രക്കാർ ഈ ഫെബ്രുവരിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. 2026 എന്ന വർഷം തന്നെ ലോകക്രമത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒന്നാണ്. ഫെബ്രുവരി മാസമായപ്പോഴേക്കും ഈ വർഷത്തിന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വെറും ഒരു കലണ്ടർ മാറ്റം എന്നതിലുപരി അവരുടെ കരിയറിലും വ്യക്തി ജീവിതത്തിലും വരാനിരിക്കുന്ന വലിയൊരു പരിവർത്തനത്തിന്റെ നാന്ദിയാണ്. വസന്തത്തിന്റെ വരവറിയിക്കുന്ന പ്രകൃതിയെ പോലെ ഇവരുടെ ജീവിതത്തിലും പുതിയ പ്രതീക്ഷകളുടെ നാമ്പുകൾ മുളപൊട്ടുന്ന സമയമാണിത്. പലപ്പോഴും വിശാഖം നക്ഷത്രക്കാർ തങ്ങളുടെ കഴിവുകളിൽ സംശയിക്കാറുണ്ട്. എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, എനിക്ക് അർഹിച്ച അംഗീകാരം ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇവരെ അലട്ടാറുണ്ട്. എന്നാൽ 2026 ഫെബ്രുവരി ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകുന്ന ഒരു മാസമായിരിക്കും. നിങ്ങൾ ഇതുവരെ വിതച്ച കഠിനാധ്വാനത്തിന്റെ വിത്തുകൾ ബലം തന്നു തുടങ്ങുന്ന കാഴ്ചയാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. നമുക്കറിയാം, വിശാഖം നക്ഷത്രക്കാർ തുലാം, വൃശ്ചികം എന്നീ 2 രാശികളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ രാശിപരമായ ചില മാറ്റങ്ങൾ ഇവർ ബാധിക്കുമെങ്കിലും പൊതുവായി പറഞ്ഞാൽ ഒരു അതിജീവനത്തിന്റെ കാലമെന്നാണ് ഈ മാസത്തെ വിശേഷിപ്പിക്കേണ്ടത്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തളർച്ച തോന്നാം. കൂടെ നിൽക്കുമെന്ന് കരുതിയവർ മാറി നിന്നേക്കാം. സാമ്പത്തികമായ ചില ഞെരുക്കങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ വിശാഖം നക്ഷത്രക്കാരുടെ ഉള്ളിലെ അഗ്നി എല്ലാ പ്രതിസന്ധികളെയും ചുട്ടരിക്കാൻ പ്രാപ്തിയുള്ളതാണ്. ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഏകാന്ത പതികനെ പോലെ തോന്നിയേക്കാം. നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ വേഗതയ്ക്കൊപ്പം ഓടിയെത്താൻ മറ്റുള്ളവർക്ക് കഴിയാത്തതോ ഇതിന് കാരണമാകാം. എന്നാൽ മാസത്തിന്റെ 2ാം പകുതിയാകുമ്പോഴേക്കും സാഹചര്യം മാറും. നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളുടെ വിജയത്തിൽ പങ്കുചേരാനെത്തുന്ന ഒരു സാഹചര്യം സംജാതമാകും. സാമ്പത്തിക മേഖലയിലായാലും തൊഴിൽ മേഖലയിലായാലും വലിയ മാറ്റങ്ങൾ ഫെബ്രുവരി മാസം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വിശാഖം നക്ഷത്രക്കാർക്ക് സാധാരണയായി ഉള്ള ഒരു പ്രത്യേകത അവർ ഒരു കാര്യത്തിൽ തൃപ്തരായി ഇരിക്കില്ല എന്നതാണ്. എപ്പോഴും മെച്ചപ്പെട്ട ഒന്നിനായുള്ള തിരച്ചിലായിരിക്കും ഇവർ. ഈ തിരച്ചിൽ ഈ മാസം ഒരു ലക്ഷ്യസ്ഥാനത്തെത്തും. ഒരു പുതിയ വീട്, പുതിയൊരു വാഹനം അല്ലെങ്കിൽ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു പ്രൊമോഷൻ, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളെ തേടി വരാനുള്ള സാധ്യതകൾ ഈ മാസത്തിന്റെ പശ്ചാത്തലത്തിലുണ്ട്. കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരുന്ന ഒരു സമയം കൂടിയാണിത്. സ്നേഹമുള്ളിടത്ത് കലഹമുണ്ടാകാമെന്ന് പറയുന്നത് പോലെ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ബന്ധത്തിന്റെ ആഴം കൂട്ടാനേ സഹായിക്കൂ. ആത്മീയമായി ഒരു ഉണർവ് അനുഭവപ്പെടുന്ന മാസമാണിത്. മനസ്സിന്റെ അസ്വസ്ഥതകൾക്ക് പരിഹാരം തേടി നിങ്ങൾ നടത്തുന്ന യാത്രകളോ പ്രാർത്ഥനകളോ നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. 2026 ഫെബ്രുവരി വിശാഖം നക്ഷത്രക്കാർക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ലോകം നിങ്ങളെ അളക്കുന്നത് നിങ്ങളുടെ വിജയങ്ങൾ കണ്ടാണ്. എന്നാൽ നിങ്ങളുടെ പോരാട്ടങ്ങൾ അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ആ പോരാട്ടങ്ങൾക്ക് ബലം ലഭിക്കുന്ന വർഷമാണ് 2026. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആത്മീയത തുടങ്ങിയ മേഖലകളിലെ വിശദമായ ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സഹപ്രവർത്തകരിൽ നിന്നുള്ള മത്സരവും ചെറിയ തോതിലുള്ള വിദ്വേഷവും മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. ദീർഘകാലമായി സ്ഥാനക്കയറ്റത്തിന് കാത്തിരുന്നവർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. എങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ ഫെബ്രുവരി പകുതി വരെ നിലനിന്നേക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും വിസ നടപടികൾക്കായി കാത്തിരിക്കുന്നവർക്കും ഈ മാസം അനുകൂലമാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന രേഖകൾ ശരിയാകാനും പുതിയ തൊഴിൽ കരാറുകളിൽ ഒപ്പിടാനും സാധിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി ലാഭമുണ്ടാക്കാൻ സാധിക്കുമെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുയോജ്യമായ സമയമല്ല. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. ബിസിനസ് വിപുലീകരണത്തിന് ശ്രമിക്കുന്നവർ മുതിർന്നവരുടെയോ വിദഗ്ധരുടെയോ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും. എഴുത്തുകാർ, കലാകാരന്മാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് ഈ മാസം പുതിയ അവസരങ്ങളും അംഗീകാരങ്ങളും തേടിവരും. നിങ്ങളുടെ സൃഷ്ടികൾക്ക് ജനപ്രീതി ലഭിക്കും. കൃത്യമായ വരുമാനം ഉണ്ടാകുമെങ്കിലും അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത പുലർത്തണം. മുമ്പ് നൽകിയ കടങ്ങൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓഹരി വിപണിയിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശമില്ലാതെ എടുത്തു ചാടരുത്. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ രേഖകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കുക.
വീട് പണി, വാഹന അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവഴിക്കുന്നത് മാസാവസാനം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കാം. ബാങ്ക് ലോണുകൾക്കായി അപേക്ഷിച്ചവർക്ക് അത് അനുവദിച്ചു കിട്ടും. എങ്കിലും കടബാധ്യതകൾ അധികമാകാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ദമ്പതികൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകണം. അനാവശ്യമായ വാഗ്വാദങ്ങൾ ഒഴിവാക്കുന്നത് ദാമ്പത്യ ഐക്യം നിലനിർത്താൻ സഹായിക്കും. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ദമ്പതികൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനോ തീർത്ഥാടനത്തിന് പോകാനോ സാധിക്കും. വിവാഹാലോചനകൾ നടത്തുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രണയ വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ ഈ മാസം അനുകൂലമാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും സ്വഭാവ രൂപീകരണത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. എങ്കിലും പിതാവുമായോ പിതൃതുല്യരായ വ്യക്തികളുമായോ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബത്തിലെ മുതിർന്നവരോടുള്ള ബഹുമാനം നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വിരുന്നുകാരുടെ വരവ് നിമിത്തം വീട് സജീവമാകും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദരരോഗങ്ങളോ ബുദ്ധിമുട്ടിച്ചേക്കാം. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാലുകൾക്കും സന്ധികൾക്കും വേദന അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അധികം അധ്വാനിക്കുന്നവർ വിശ്രമത്തിന് സമയം കണ്ടെത്തണം. അമിതമായ ജോലിഭാരവും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാം. ഉറക്കമില്ലായ്മയോ ഉത്കണ്ഠയോ അനുഭവപ്പെട്ടാൽ ധ്യാനം, പ്രാണായാമം എന്നിവ ശീലിക്കുക. പോസിറ്റീവ് ചിന്താഗതി വളർത്തിയെടുക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകും. ദീർഘദൂര യാത്രകളിൽ ജാഗ്രത പാലിക്കണം. രാത്രികാല വാഹനയാത്രകൾ പരമാവധി ഒഴിവാക്കുക. നക്ഷത്രനാഥനായ വ്യാഴത്തിന് പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് മനസ്സിന് ശാന്തി നൽകും. വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അത്യുത്തമമാണ്. കുടുംബസമേതം തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. ജന്മനക്ഷത്ര ദിവസം വിശേഷാൽ പൂജകൾ നടത്തുന്നത് ദോഷശാന്തിക്ക് സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് ഈ മാസം കൂടുതൽ പ്രകടമാകും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി മനസ്സിനൊരു പ്രത്യേക സംതൃപ്തി ലഭിക്കും. അനാവശ്യ ചിന്തകളെ ഒഴിവാക്കി ഈശ്വര ചിന്തയിൽ മുഴുകുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. എങ്കിലും അലസത ഒഴിവാക്കിയാൽ മാത്രമേ വിജയം ഉറപ്പിക്കാൻ സാധിക്കൂ. വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. സാങ്കേതിക വിദ്യ, നിയമം, രാഷ്ട്രീയം, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാൻ ഇടയുണ്ട്. എന്നാൽ പഴയ സുഹൃത്തുക്കളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. പുതിയ വാഹനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ മാസത്തിന്റെ പകുതിക്ക് ശേഷം അത് നടപ്പാക്കുന്നതാണ് നല്ലത്. വീട് മോടി പിടിപ്പിക്കാനോ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ സാധ്യത കാണുന്നു. വിശാഖം നക്ഷത്രക്കാരുടെ പ്രധാന ശത്രു അവരുടെ മുൻകോപമാണ്. ഈ മാസം അനാവശ്യമായി ദേഷ്യപ്പെടുന്നത് പല ബന്ധങ്ങളെയും തകർക്കാൻ കാരണമായേക്കാം. ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് ഐശ്വര്യം നൽകും. ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. ഇത് മനസ്സിന് ശാന്തിയും പ്രവൃത്തിയിൽ വിജയവും നൽകും. വിശാഖം നക്ഷത്രം സുബ്രഹ്മണ്യ സ്വാമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഷഷ്ടിവ്രതം നോൽക്കുന്നതും സുബ്രഹ്മണ്യ അഷ്ടകം ജപിക്കുന്നതും തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ വിദ്യാർത്ഥികൾക്കോ പഠനോപകരണങ്ങളോ മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണ സാധനങ്ങളോ ദാനം ചെയ്യുന്നത് പുണ്യകരമാണ്. 2026 ഫെബ്രുവരി മാസം വിശാഖം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പരീക്ഷണങ്ങളുടെയും കാലമാണ്. കരിയറിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും കഠിനാധ്വാനം അനിവാര്യമാണ്. സാമ്പത്തികമായി നില മെച്ചപ്പെടുമെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കണം. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുക. ആരോഗ്യകാര്യത്തിൽ അലംഭാവം കാണിക്കരുത്. ആത്മീയമായ ചിന്തകളും ഈശ്വരവിശ്വാസവും നിങ്ങളെ ഏതു പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റും. വിശാഖം നക്ഷത്രത്തിന്റെ 3 പാദങ്ങൾ തുലാം രാശിയിലും അവസാന പാദം വൃശ്ചികം രാശിയിലുമാണ് വരുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ മുൻകരുതലുകളോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് നീങ്ങിയാൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും.